ഇസ്ലാമി വിഷയത്തിൽ ഇരട്ടത്താപ്പുമായി കോൺഗ്രസ്. ഭീകര സംഘടനകളുമായി ജമാഅത്തെ ഇസ്ലാമി ചേർന്ന് പ്രവർത്തിച്ചുവെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാർ. 2013 സത്യവാങ്മൂലം നൽകിയത്. PFI, DHRM എന്നീ ഭീകര സംഘടനകളുമായി ചേർന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസ് സത്യവാങ്മൂലം. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഗുഡ് മോർണിംഗ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് പറയുന്നത് ഈ ഭീകര സംഘടനകൾ, അതായത് നിരോധിക്കപ്പെട്ട PFI, DHRM പോലുള്ള സംഘടനകളുമായി ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ, കോൺഗ്രസ് സർക്കാരാണ് 2013 സത്യവാങ്മൂലം പറയുന്നത്. ഇങ്ങ് വർഷങ്ങൾക്കിപ്പുറം 2026 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നത് അവർ മതേതരത്വമാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ വോട്ട് ബാങ്കിന് വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യുകയാണോ 2026 കോൺഗ്രസ്? രാജീവ്. അശ്വതി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് UDF സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് പരസ്യമായി UDF ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ പരസ്യമായി വോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും UDF ഇങ്ങനെ രംഗത്ത് വരികയാണ്. മുസ്ലിം ലീഗ് ചില ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള തുറന്ന സഖ്യത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഞാൻ പറഞ്ഞ പോലെ ഈ അടുത്ത കുറേ വർഷങ്ങളായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ വെള്ളപൂശിക്കൊണ്ട് രംഗത്ത് വരാനുള്ള ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നിരിക്കെ 2013 ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ സത്യവാങ്മൂലം, അത് ഹൈക്കോടതിയിൽ തന്നെയാണ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അതായത് ഭീകര സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് തുറന്നു പറയുന്നത് 2013 ഉമ്മൻചാണ്ടി സർക്കാരാണ്. അന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങളും വളരെ നിർണായകമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ഭീകര സംഘടനയാവുന്നത് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ. ആഭ്യന്തര സെക്രട്ടറിയാണ് പ്രധാനമായും ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതിനും അപ്പുറത്തേക്ക് അന്ന് സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി ഹൈക്കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം, ഇതൊരു ഭീകര സംഘടനയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിലാണ് പ്രധാനമായും എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനയാവുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് PFI അതുപോലെ തന്നെ DHRM, ഈ രണ്ട് സംഘടനകളുമായി ജമാഅത്തെ ഇസ്ലാമി ചേർന്ന് പ്രവർത്തിച്ചു. ഇത് രണ്ടും രാജ്യവിരുദ്ധ ശക്തികളാണ്. ആ രാജ്യവിരുദ്ധ ശക്തികളുമായി ജമാഅത്തെ ഇസ്ലാമി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പല മേഖലകളിലും. അതായത് സർക്കാരിനെ അട്ടിമറിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ചേർന്ന് പ്രവർത്തിച്ചു എന്ന് സൂചന നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പമാണ് 97 പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടേതായി പുറത്തിറങ്ങുന്നു. ആ 97 പുസ്തകങ്ങളിൽ 14 പുസ്തകങ്ങൾ രാജ്യവിരുദ്ധമാണ്. അതിൽ തന്നെ രാജ്യവിരുദ്ധമായ പല പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സിമി നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും ഭീകര ശക്തിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സിമിയെ നിരോധിക്കുന്നു. ആ സിമി നിരോധനത്തെ എതിർക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രം രാജ്യത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ആ ഒരു കാര്യം മുൻനിർത്തി പ്രവർത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്ന ഏറ്റവും ഗുരുതരമായ പരാമർശം. അതായത് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അന്നും ഇന്നും ഉയരുന്ന ആരോപണം, അതായത് BJP ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കമാണ് ജമാഅത്തെ ഇസ്ലാമി അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തെളിഞ്ഞു നടത്തുമ്പോൾ ഇന്ന് ഒളിഞ്ഞു നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യം വളരെ കൃത്യമായി തന്നെ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം രാജ്യത്ത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്നാണ് പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തെ തുറന്നു കാട്ടുന്ന
രീതിയിലാണ് സത്യവാങ്മൂലം 2013 ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ സംഘടനയാണ്, ഭീകര സംഘടനയാണ് എന്ന് തുറന്നു പറയുകയായിരുന്നു ഈ സത്യവാങ്മൂലത്തിലൂടെ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് ഞാൻ വീണ്ടും പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഇരട്ടത്താപ്പ് കൊണ്ടുകൂടിയാണ്. കാരണം അന്ന് സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ടുകൾ ഇന്നും ആഭ്യന്തര വകുപ്പിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് അതിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 2012 നൽകിയ ആ റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് രാജ്യത്തിനാകമാനം ഭീഷണിയായിരിക്കുന്ന ഒരു സംഘടനയാണ്. എന്തിനേറെ പറയുന്നു, സമസ്ത പോലും ഈ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോഴും ഈ കോൺഗ്രസ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. വോട്ട് ബാങ്ക് മാത്രമാണോ ലക്ഷ്യം, അല്ലെങ്കിൽ ഇരട്ടത്താപ്പിനപ്പുറം, കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനപ്പുറം ഇതിന് മറ്റു ചില മാനങ്ങൾ കൂടി ഇല്ലേ രാജീവ്? തീർച്ചയായും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 2013 കഴിഞ്ഞ ഇങ്ങ് 2025-ലേക്കും 2026-ലേക്കും ഒക്കെ എത്തുമ്പോൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി മികച്ച ഒരു സംഘടനയാണ് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുക? അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൽകിയ സത്യവാങ്മൂലത്തെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? മാത്രമല്ല, ഈ സത്യവാങ്മൂലം അന്ന് നൽകിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് അന്ന് കൃത്യമായൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു, സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ആഭ്യന്തര സെക്രട്ടറി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൂടി കണക്കിലെടുത്ത്, പോലീസിന്റെ റിപ്പോർട്ടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ വസ്തുതകളില്ലാതെ സമർപ്പിക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിക്കേണ്ടത്, അത് എന്നും നിലനിൽക്കുന്നതാണ്. അത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിച്ചത് അന്ന് സംസ്ഥാന ഇന്റലിജൻസിന്റെ കൂടി റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ്. ആ സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് ഇപ്പോഴും കോൺഗ്രസ് രംഗത്ത് വരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ പ്രീണനവും അതിനും അപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് സംസ്ഥാന ഇന്റലിജൻസും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും ഒക്കെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിവരികയും ചെയ്യുകയാണ്. പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെയും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് തെളിഞ്ഞു മാത്രമല്ല, ഒളിഞ്ഞും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതൊക്കെ അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമായും ഈ രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിലെടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല. മാത്രമല്ല, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ മുൻനിർത്തിയാണ് നിലവിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോകുന്നത് എന്ന് രാജീവ് സൂചിപ്പിച്ച വിവരങ്ങൾ പ്രകാരം കോൺഗ്രസും ഈ മതരാഷ്ട്രവാദത്തിന് കൂട്ടുനിൽക്കുകയാണോ എന്നാണ് സംശയം. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് 2013 ശേഷം 2026 ആകുമ്പോൾ പുറത്താകുന്നത്. ഈ ഭീകരവാദ സംഘടനകളുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത് വേറെ ആരുമല്ല, 2013 കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ്. സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ VD സതീശനാണ് ജമാഅത്തെ ഇസ്ലാമി, സമസ്ത പോലും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പാടെ ചേർത്ത് നിർത്തുന്നത്. ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യാനാണോ കോൺഗ്രസ് തയ്യാറാകുന്നത്? പ്രതിപക്ഷ നേതാവാണ് ഇതിന് ഉത്തരം പറയേണ്ടത്.